എൻ്റെ മോന് റഷ്യയിൽ പോകാൻ വേണ്ടി 4,00,000 രൂപ ഒരു വർഷം മുന്നേ കൊടുത്ത് 3 മാസം കഴിയുമ്പോൾ തന്നെ പോകാനായിട്ട് എല്ലാം റെഡിയാക്കുമെന്ന് പറഞ്ഞതാണ്. ഒരു വർഷമായിട്ട് യാതൊരു നടപടി ഉണ്ടായില്ല. അപ്പോൾ പറഞ്ഞു സിംഗപ്പൂർ എംബസി ആയിട്ട് എന്തോ ഇഷ്യൂ ആണ്, ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കൺട്രി വേറെ തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ പറയുന്ന കൺട്രി ഒന്നും അൽബേനിയ അങ്ങനെയുള്ള അതൊക്കെ ലേഡീസിനൊട്ടും സേഫ്റ്റി അല്ല. എങ്ങനെയെങ്കിലും പോയി ഇന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയാണ് നമ്മൾ പൈസ അടച്ചത്. പക്ഷേ ഇങ്ങനെ തട്ടിപ്പാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. ചുറ്റോടുള്ള സ്ഥലത്തൊക്കെ അന്വേഷണം ഒരുപാട് വർഷമായിട്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ തട്ടിപ്പ് നമ്മൾ പ്രതീക്ഷിക്കില്ല തീരെ. ഒരുപാട് 4.5 ലക്ഷം 5 ലക്ഷം വരെയൊക്കെ പല ആളുകൾക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാക്കി 2.25 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം ഇവരെ ഒരു അഡ്രസ്സും ഇല്ല, കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇവര് നമുക്ക് തന്നത് ഒരു വ്യാജ പെർമിറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ബാംഗ്ലൂർ 2 പ്രാവശ്യം ബാംഗ്ലൂർ പോയി വന്നു. ഓവർസീസ് ഇതുപോലെ ഏജൻസി പോലും ഇല്ല ഇപ്പോൾ അവിടെ. ജസ്റ്റ് ഫുൾ അടച്ചിട്ടാണ്. വിസ വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ സിംഗപ്പൂർ എത്തി. അവിടെ എത്തിയിട്ട് എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് തന്നെ ടീപ്പോട്ട് അടിച്ചിട്ട് ഇവിടെ ചെയ്യുന്നു, പേപ്പർ വർക്ക് ശരിയില്ലാത്തതുകൊണ്ട്. നമസ്കാരം. റഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കും വിസ വാഗ്ദാനം ചെയ്ത് പാലാരിവട്ടത്തെ RMA ഓവർസീസ് എന്ന സ്ഥാപനം വലിയ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. വ്യാജ വിസ ഉൾപ്പെടെ ഈ ഉദ്യോഗാർത്ഥികൾക്ക് നൽകി അവരെ സിംഗപ്പൂരിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. ഭാഗ്യം കൊണ്ട് അവരൊക്കെ രക്ഷപ്പെട്ട് തിരികെ വരികയും ചെയ്തു. അവിടെ ജയിലിൽ കിടന്നില്ല. ഏതായാലും വലിയ പരാതിയാണ് ഈ സ്ഥാപനത്തിനെതിരെ ഉയരുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ ഉടമ തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള അർജുൻ കൃഷ്ണയുടെ ഭാര്യ അനൂജ എന്നിവർക്കെതിരെ പാലാരിവട്ടം പോലീസിൽ നേരത്തെ തന്നെ കേസുള്ളതാണ്. അവർക്കെതിരെ FIR ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്ത് നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് പരാതിയുമായി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ആ പരാതിക്കാരാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്താണ് അവർക്ക് സംഭവിച്ചത്? RMA എന്നുള്ള സ്ഥാപനത്തിൽ സിംഗപ്പൂർ പോകാൻ വേണ്ടിയിട്ടാണ് പൈസ കൊടുത്തത്. അവിടെ വെയർ ഹൗസിലേക്കായിട്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ശ്രീജിത്ത് എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ വഴിയാണ് ഈ കൺസൾട്ടൻസി പരിചയപ്പെട്ടത്. ആ ചേട്ടൻ സെയിം തന്നെ ഇത്രയും പൈസ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പ്രോസസ്സിങ് ടൈം 6 months ആണ് പറഞ്ഞത്. ആ ടൈമിൽ ഇപ്പോൾ ക്യാഷ് കൊടുത്തതിന് ശേഷം വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. അവർ ക്യാഷ് കൊടുത്തത് ഫെബ്രുവരിയിലാണ് 26. അപ്പോൾ 6 months പറയുമ്പോൾ ജൂൺ ആകുമ്പോഴത്തേക്കും വിസ വരേണ്ടതാണല്ലോ. പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് യാതൊരുവിധ റെസ്പോൺസും ഉണ്ടായില്ല. പിന്നെ അതേ ഞാൻ തന്നെ കുറേ പ്രാവശ്യം ചേട്ടനെ നിർബന്ധിച്ചപ്പോഴത്തേക്കും ഈ ചേട്ടൻ അവർ വിളിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞു സിംഗപ്പൂർ എംബസി ആയിട്ട് എന്തോ ഇഷ്യൂ ആണ്, ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കൺട്രി വേറെ തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ പറയുന്ന കൺട്രി ഒന്നും അൽബേനിയ അങ്ങനെയുള്ള അതൊക്കെ ലേഡീസിനൊട്ടും സേഫ്റ്റി അല്ല. അപ്പോൾ ഡൗട്ട് തോന്നിയിട്ട് ഞങ്ങൾ ചെന്ന് ഡയറക്റ്റ് തിരക്കിയപ്പോഴാണ് ഇതിങ്ങനെ ക്ലോസ്ഡ് ആണ്, ഇഷ്യൂസ് ആണെന്ന് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു അദാലത്തിൻ്റെ പേപ്പർ തന്നിട്ട് ഇവിടെ ചെന്നായിരുന്നു. പക്ഷേ 2 പ്രാവശ്യം ചെന്നപ്പോൾ RMA ഓഫീസിൽ നിന്ന് തന്നെ തന്നത്. അപ്പോൾ അതങ്ങനെ സെറ്റിൽമെൻ്റ് ആവട്ടെ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ പിന്നെ പോയത്. പക്ഷേ DSL പോയപ്പോഴത്തേക്കും അവർ അത് പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റുവാണ് ഡേറ്റ്. അവർ വരുന്നില്ല. ക്ലയൻസ് എല്ലാവരും ചെല്ലുന്നുണ്ട്, അവർ വരുന്നില്ല. അവരും കൂടി വന്നാലേ അതിന് യൂസ് ഉള്ളൂ എന്ന് അവിടുത്തെ സാറ് പറഞ്ഞത്. അപ്പോൾ അവരാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ സജസ്റ്റ് ചെയ്തത്. പോലീസ് സ്റ്റേഷൻ വന്നിട്ട് എന്താ പറഞ്ഞത്? പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പുള്ളി അബ്രോഡാണ്, ഓൾറെഡി FIR ഫയൽഡ് ആണ്. പുള്ളി തിരിച്ചു വന്നാൽ നമുക്ക് ചെയ്യാം, ഓൺ ദ സ്പോട്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ ഇത് കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പേര് അർജുൻ. അതെനിക്കറിയില്ല കറക്റ്റ്. എൻ്റെ പേര് ട്രീസ. എൻ്റെ മോന് റഷ്യയിൽ പോകാൻ വേണ്ടി 4,00,000 രൂപ ഒരു വർഷം മുന്നേ കൊടുത്ത് 3 മാസം കഴിയുമ്പോൾ തന്നെ പോകാനായിട്ട് എല്ലാം റെഡിയാക്കുമെന്ന് പറഞ്ഞതാണ്. ഒരു വർഷമായിട്ട് യാതൊരു നടപടി ഉണ്ടായില്ല. റീഫണ്ട് ചോദിച്ചിട്ട് ഇതുവരെ കിട്ടുന്നില്ല. ഇപ്പം ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഇയാളെ നാട്ടിലെത്തിച്ച് ഞങ്ങളുടെ പൈസ എത്രയും വേഗം. അത് കടം വാങ്ങിച്ചതാണ് പലിശക്കാരോട്. പലിശ ചോദിച്ചപ്പോൾ ആളുകൾ അവർ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്കും കൊടുക്കാൻ പറ്റണില്ല. എത്രയും വേഗം ഈ പൈസ കിട്ടിയാൽ നന്നായിരുന്നു. വിസ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് ബാക്കി എമൗണ്ട് ഈ 4,00,000 രൂപ വാങ്ങിച്ചത്. ഫോണിലിട്ട് തന്നു. അത് തട്ടിപ്പായിരുന്നു നമുക്കറിയില്ലായിരുന്നു. എങ്ങനെയെങ്കിലും പോയി ഇന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയാണ് നമ്മൾ പൈസ അടച്ചത്. പക്ഷേ ഇങ്ങനെ തട്ടിപ്പാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. ഇവിടെ വന്നിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അറിയണത്. ഇവിടെ ഓരോരുത്തർ വന്നു തുടങ്ങിയപ്പോഴാണ് തട്ടിപ്പാണെന്ന് അറിയണത്. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഓഫീസിൽ വന്നപ്പോൾ അത് RMA ഏജൻസി വിളിച്ചിട്ട് റഷ്യയിൽ ജോലി 3 മാസം കൊണ്ട് റെഡി ആയി തരാമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അങ്ങനെ 50,000 രൂപ കൊടുത്ത് ആദ്യം കേട്ടുപോയിട്ട് ബാക്കി വിസ വന്നതിന് ശേഷം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ 3 മാസം പറഞ്ഞത് 6 മാസം കഴിഞ്ഞിട്ടും ഇവർ യാതൊരുവിധ മറുപടിയും ഇല്ല ഇതിനെക്കുറിച്ചിട്ട്. അങ്ങനെ ഞാനിവിടെ വന്ന് അന്വേഷിപ്പാണ്. ഇവരിത് അടച്ചു കൂട്ടിയിട്ടുണ്ട്. എത്ര രൂപ താങ്കൾ കൊടുത്തു? 50,000 രൂപയാണ് ഞാൻ കൊടുത്തത്. എൻ്റെ അടുത്ത് 50,000. ഇവിടെ എങ്ങനെയാണ് ഇവരുടെ ജോലിയുടെ കാര്യം അറിയുന്നത്?
ജോലിയുടെ കാര്യം അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയുള്ളതാണ്. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ഇവർ വിളിക്കുന്നതാണ്, നമ്മളെ കോൺടാക്ട് അങ്ങനെ അവർക്ക് കിട്ടിയിട്ട് അവർ വിളിക്കുന്നതാണ്, ജോലി തരാമെന്നൊക്കെ പറയുന്നിട്ട്. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ അന്വേഷിച്ചിട്ടാണ് കൊടുക്കുന്നത്. ചുറ്റോടുള്ള സ്ഥലത്തൊക്കെ അന്വേഷിച്ചപ്പോൾ ഇവർ ഒരുപാട് വർഷമായിട്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ഒരു തട്ടിപ്പ് നമ്മൾ പ്രതീക്ഷിക്കില്ല തീരെ. ഒരുപാട് 4.5 ലക്ഷം 5 ലക്ഷം വരെയൊക്കെ പല ആളുകൾക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പോലീസ് മുമ്പ് വന്നിട്ട് കേസ് എടുത്തായിരുന്നു. അപ്പോൾ അന്ന് അദാലത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇന്ന് കോടതി പോയി അദാലത്ത് കൊടുത്ത് അവർ പങ്കെടുത്തില്ല. RMAയുടെ ഭാഗത്തുനിന്ന് ആരും വന്നിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് FIR ഇട്ട് കേസ് എടുക്കുക എന്നുള്ള രീതിയിൽ വന്നത്. ഇന്ന് കഴിയുന്ന ആളുകളുടെ ഫണ്ടൊന്ന് തരാമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്, അവരെ ഭാഗത്തുനിന്ന് വിളിച്ച് സംസാരിക്കുന്ന ആൾ. അപ്പോൾ ഇന്ന് ആരും വന്നിട്ടില്ല. 3.5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ സിംഗപ്പൂർ പോകാൻ. 65 ദിവസം കൊണ്ട് ചെയ്തു തരാമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ പേയ്മെൻറ്റ് 75,000 രൂപ കൊടുത്തു കഴിഞ്ഞ് 65 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ വിസ വരും എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുക്കുന്ന ഫെബ്രുവരി 10-ാം തീയതി ഇവർ 24 മണിക്കൂറിനുള്ളിൽ പൈസ ഇടണം, വിസ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് എന്നെ ഫോൺ വിളിച്ചു, അർജുൻ എന്ന് പറഞ്ഞ സാറ്. എന്നിട്ട് ഞാൻ അന്ന് തന്നെ ബാക്കി 2.25 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം ഇവരെ ഒരു അഡ്രസ്സും ഇല്ല, കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പോൾ ടോട്ടൽ 3.5 ലക്ഷം രൂപ എൻ്റെത് പോയി ഇവിടുന്ന്. പിന്നെ ഇപ്പോൾ വിളിച്ചപ്പോൾ ഇവിടെ RMA ഓഫീസും ഇല്ല, ഒന്നുമില്ല. അദാലത്ത് വിളിപ്പിച്ചു, അവിടെ അവർ വന്നില്ല. എന്ത് ജോലിയായിരുന്നു ഓഫർ ചെയ്തത്? വെയർ ഹൗസിലോട്ട്. എങ്ങനെയാണ് തട്ടിപ്പ്? അത് തന്നെ 75,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സിംഗപ്പൂർ വെയർ ഹൗസ്. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? സെയിം സിറ്റുവേഷൻ തന്നെ. സിംഗപ്പൂർക്ക് പോകാനായിട്ട് നമ്മൾ പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളതിൽ നിന്ന് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയായിട്ട് മേടിച്ചിട്ടുണ്ട്. പല പ്രാവശ്യമായിട്ട് നമ്മുടെ അടുത്ത് ആകെ പറഞ്ഞത് 45 ദിവസത്തെ ഗ്യാപ്പാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 45 ദിവസം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, 2, 3, 4 മാസം കഴിഞ്ഞു, ഒരു രക്ഷയില്ല. വിളിച്ചു കഴിഞ്ഞാൽ ഫോണും കിട്ടില്ല. പിന്നെ അവധികളായി. നമ്മൾ മെയിൽ അയക്കാൻ പറഞ്ഞു, മെയിലുകൾ അയച്ചു. റിട്ടേൺ മെയിൽ വന്നു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ഫണ്ട് തരുന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ 30 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും അവരെ കമ്പനി വേറെ ഒരാളെ ഏറ്റെടുത്തു, ആൻ്റണി രാജു എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പം ഇനി അയാളാണ് സെറ്റിൽമെൻറ്റ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അയാൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ സെറ്റിൽമെൻറ്റൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അയാളുടെ ഫോൺ ഓഫാണ്. പിന്നെ നോ കോണ്ടാക്റ്റാണ്. ഇവിടെ വന്നപ്പോൾ കമ്പനി അടക്കം പൊട്ടിയിരിക്കുകയാണ്. സ്റ്റേഷനിൽ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ആളുടെ പേരിൽ നിലവിൽ ഇപ്പോൾ അത്യാവശ്യം കേസുകളുണ്ട്. ഇനി അറിയില്ല, ആളിപ്പോൾ പുറത്തേക്ക് പോയി എന്നുള്ളൊരു സൂചന നമുക്ക് കിട്ടി. താങ്കൾക്ക് എന്താ സംഭവിച്ചത്? സിറ്റുവേഷൻ സെയിം തന്നെ, എല്ലാവർക്കും പറ്റിയ പോലെ തന്നെ നമുക്കും പറ്റി. ഡ്രൈവർ വേക്കൻസിക്ക് ആയിട്ട് നമ്മൾ പ്രൊയേഷ്യക്ക് വേണ്ടി കൊടുത്തതാണ്. അവർ പറഞ്ഞ പൈസ അവർ 1 ലക്ഷമാണ് ചോദിച്ചത്. ഫസ്റ്റ് പേയ്മെൻറ്റ് 1 ലക്ഷം ചോദിച്ചത്. പിന്നെ നമ്മുടെ സാഹചര്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു 50,000 ആക്കി. പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പറായിട്ട് തന്നെ നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇതിൽ അവർക്ക് എവിടെ ഫോൾട്ട് പറ്റിയെന്നറിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ VFSലൊക്കെ പോയി വിസ റിജക്ഷൻ ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ പേയ്മെൻറ്റ് റിട്ടേൺ ചോദിച്ചത്. റീഫണ്ട് തരാൻ പറഞ്ഞു. വ്യാജ വിസ തന്നു. നമ്മൾ VFSൽ പോയപ്പോഴൊക്കെ നമുക്ക് അവിടെ നിന്ന് നമ്മൾ കമ്പനിയായിട്ട് നമ്മുടെ കൂടെയുള്ളവരൊക്കെ അന്വേഷിച്ചായിരുന്നു. അവിടുത്തെ ഡയറക്റ്റ് കമ്പനിയായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് ചോദിച്ചപ്പോൾ അവർ നമുക്ക് അപ്രൂവൽ ചെയ്തിട്ടില്ല, പെർമിറ്റ് അപ്രൂവൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ നമുക്ക് തന്നത് ഒരു വ്യാജ പെർമിറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ 2 പ്രാവശ്യം ബാംഗ്ലൂർ പോയി വന്നു. ഇതിപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തതിനും കൂടുതൽ പൈസ നമ്മുടെ കയ്യിൽ നിന്നും ചിലവായിട്ടുണ്ട്. നമുക്ക് ഇവിടെ പറയാനായിട്ട് ഇപ്പോൾ 50,000 കൊടുത്ത് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് കൊടുത്തതിനൊന്നും തെളിവില്ല. ഇവർക്ക് കയ്യിൽ കൊടുത്തതിനും കാര്യങ്ങൾക്കൊക്കെ തെളിവുണ്ട്. പേര് അർജുൻ രാധാകൃഷ്ണൻ. പിന്നെ എൻ്റെ വൈഫുണ്ട്, വൈഫിൻ്റെ പേര് അനുജ. രണ്ടുപേരുമാണ് എൻ്റെ ഇത്. 25,000 ആദ്യം എൻ്റെ നിന്ന് മേടിച്ചത്. ഇപ്പോൾ ടോട്ടൽ 2 ലാക്സിന് മുകളിലായി. ഇപ്പോൾ 65 ഡേയ്സാണ് നമുക്ക് പറഞ്ഞത്. 65 ഡേയ്സിനുള്ളിൽ വിസയും ടിക്കറ്റും വരുമെന്നും പറഞ്ഞു. ഇപ്പോൾ അതില്ല. ഇപ്പോൾ ആ ഒരു ഓവർസീസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഏജൻസി പോലും ഇല്ല ഇപ്പോൾ അവിടെ. ജസ്റ്റ് ഫുൾ അടച്ചിട്ടാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ ജോലിക്ക് വേണ്ടിയിട്ട് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്? ഞാനൊരു സോഷ്യൽ മീഡിയ ആയിട്ടാണ് അവരെ നമ്പർ കിട്ടിയത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹായ് അയച്ചിട്ട് അവരിങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സിംഗപ്പൂരിലേക്കാണ് അപ്ലൈ ചെയ്തത്. എന്നിട്ട് ആദ്യം 50,000 കൊടുത്തു. എന്നിട്ട് 3 ലക്ഷം, ടോട്ടലി 350 പോയി. എന്നിട്ട് അവർ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അത് നോക്കി തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വിസ വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ സിംഗപ്പൂർ എത്തി. അവിടെ എത്തിയിട്ട് എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് തന്നെ ഡീപ്പോട്ട് അടിച്ചിട്ട് ഇവിടെ ചെയ്യുന്നു, പേപ്പർ വർക്ക് ശരിയില്ലാത്തതുകൊണ്ട്. ഈ സിംഗപ്പൂരിലേക്ക് പോയത് ഈ വ്യാജ വിസയും കൊണ്ടായിരുന്നു. വ്യാജ പേപ്പർ വർക്ക് അവിടെ എത്തി. നമ്മൾ എത്താനുള്ള വ്യാജ വിസയും കൊണ്ടാണ് പോയത്. എന്നിട്ട് അവിടെ നിന്ന് എമിഗ്രേഷനിൽ തന്നെ പിടിച്ച് ഇത് പേപ്പറൊന്നും ശരിയില്ലാത്തതുകൊണ്ട് അവരെന്നെ ഡീപ്പോട്ടാക്കി തന്നെ. നടപടിയൊന്നും ഭാഗ്യം കൊണ്ട് എടുത്തില്ല. ഭാഗ്യം കൊണ്ട് നടപടിയൊന്നും എടുത്തില്ല. ഡീപ്പോട്ടേക്ക് നാട്ടിൽ വിട്ടു. അവരെന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് അവരെന്നെ നാട്ടിലേക്ക് വിട്ടു. എന്നിട്ട് അതിൻ്റെ പൈസ ക്യാഷിന് ചോദിച്ചാൽ പറഞ്ഞ് 1 മന്ത് കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് 2 ചെക്ക് തന്നു. ആ 2 ചെക്ക് ഇപ്പോൾ അടുത്ത് ബാങ്കിലിട്ട് 2 ബൗൺസായി.
ഇപ്പോൾ അതും കിട്ടിയില്ല. ഇപ്പോൾ DLSA ആയിട്ട് എനിക്ക് ക്യാഷിൻ്റെ തീരുമാനമാക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതിലും തീരുമാനമായിട്ടില്ല. അങ്ങനെയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. എൻ്റേതും 1.5 ലക്ഷം രൂപയോളം ഇതിനോട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു വർഷത്തോളമായി ഇതേപോലെ സിംഗപ്പൂരിലേക്കാണ് വെച്ചത്. ഇപ്പോൾ അതിൻ്റെ ഓഫീസും അവർ ലോക്കാക്കി. അപ്പോൾ അതുകൊണ്ട് ബാക്കി നടപടി എന്ത് ചെയ്യണമെന്നറിയില്ല. ഇപ്പോൾ കൊടുത്തിട്ട് ഏകദേശം 1 കൊല്ലത്തിന് മേളിലായി. ഏകദേശം 50,000 രൂപ അക്കൗണ്ടിലും ബാക്കി 4 സംതിങ് ക്യാഷ് ആയിട്ട് കൊടുത്തത്. അപ്പോൾ നമ്മളൊരു കള്ള വിസ നമുക്ക് കാണിച്ചു തന്നു, വ്യാജ വിസ നമുക്ക് കാണിച്ചു തന്നാൽ വിശ്വാസപ്പെടുത്തിയിട്ടാണ് ബാക്കി എമൗണ്ട് നമുക്ക് കൊടുത്തത്. അപ്പോൾ അതിനെപ്പറ്റി ബാക്കി ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ സമീപിച്ചപ്പോൾ ഓഫീസ് അടച്ചിട്ട് കുറേ പേര് കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ വന്ന് കേസ് കൊടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തേക്കണം. ഇതുവരെ ഒരു അറിയിപ്പ് ഉണ്ടായിട്ടില്ല, വിളിച്ചിട്ട് കൊടുക്കണില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അതാണ് അവർ അർജുൻ കൃഷ്ണയും അനുജയും ഈ RMA ഓവർസീസ് എന്ന സ്ഥാപനത്തിൻ്റെ മറവിൽ വമ്പൻ തട്ടിപ്പാണ് നടത്തിയത്. വർഷങ്ങളായി ഇവർ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1 വർഷമായി റഷ്യയിലേക്ക് പോകുവാനായി 4.5 ലക്ഷം കൊടുത്ത തട്ടിപ്പിനിരയായ ആളുകൾ വരെ കണ്ടു. നമ്മൾ അവരുടെ വാക്കുകളാണ് കേട്ടത്. എന്തായാലും പോലീസ് കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അർജുൻ കൃഷ്ണ ഇപ്പോൾ വിദേശത്ത് ഒളിവിൽ കഴിയുകയാണെന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. നാട്ടിലെത്തിയാൽ ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും പറയുന്നുണ്ട്. കൂടാതെ ഈ തട്ടിപ്പിനിരയായവർ സ്വന്തം നാട്ടിലെ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകണമെന്ന് അറിയിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ജോലി തേടുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെങ്കിലും നിങ്ങളുടെ പക്കൽ നിന്നും കൈകളിൽ പണം വാങ്ങിയാൽ അത് തട്ടിപ്പിനാണ് എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം. എപ്പോഴാണെങ്കിലും നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ അത് ഈ അക്കൗണ്ട് ത്രൂ ആയിരിക്കണം ട്രാൻസാക്ഷൻ നടത്തേണ്ടത്. അതും ശ്രദ്ധയോടുകൂടി വേണം. ഈ സ്ഥാപനത്തെപ്പറ്റി അന്വേഷിക്കണം, എത്ര നാളായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ പണം നൽകാവുള്ളൂ. നിരവധി പേരാണ്, ഒരുപാട് വാർത്തകൾ വന്നിട്ടും ഇത്തരത്തിൽ തട്ടിപ്പിനിരയാകുന്നത് എന്നുള്ള കാര്യം വിഷമത്തോടു കൂടി തന്നെ വേണം നമ്മൾ പറയാൻ. എന്തായാലും പാലാരിവട്ടം പോലീസ് കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് പരാതിക്കാർ പറയുന്നത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.